ഏതായാലും റീ എൻട്രി ഒക്കെ കഴിഞ്ഞിട്ട് അവർ വന്ന് തിരിച്ചു പോയിട്ട് ഒരു ദിവസം ഇവർക്ക് വേണ്ടി കൊടുത്തത് എന്തുകൊണ്ടും നന്നായി. വീണ്ടും ബിഗ് ബോസ് ഹൗസിലെ ലൈവില് കളിയും ചിരിയും തമാശകളും ഒക്കെ നിറയുകയാണ്. ഷാനവാസും അനീഷും ഓൾറെഡി തന്നെ ചെറിയ ചെറിയ തമാശകളൊക്കെ തുടങ്ങിയിരുന്നു. നെവിനും അനുമോളും തമ്മിലും ചെറിയ ചെറിയ തമാശകളൊക്കെ തുടങ്ങിയിരുന്നു. നൂറേനെയും അക്ബറിനെയും കാണുന്നില്ല. മേ ബി അക്ബർ സ്റ്റിൽ ഈ ഒരു എന്തവസ്ഥയായിരിക്കും എന്ന ഒരു രീതിയിലുള്ള ചർച്ചകളിലായിരിക്കും. നൂറയുടെ അവസ്ഥ എന്ന് പറയുമ്പോഴത്തേക്കും ആദില ഇല്ലാത്ത കുറച്ച് ദിവസങ്ങളാണ്. ഇപ്പം മറ്റേ സരികയും ഷൈത്തയും ബിൻസിയൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് നൂറയ്ക്ക് ഒരു കമ്പനി ഉണ്ടായിരുന്നു. അപ്പം അവരൊക്കെ പോയപ്പോഴത്തേക്കും നൂറ ശരിക്കും പറഞ്ഞാൽ അക്ബറിന്റെ അടുത്ത് മാത്രമായി എന്നാണ് തോന്നുന്നത്. അങ്ങനെ ഇപ്പോ ഷാനവാസ് നല്ല യമണ്ടൻ കോമഡികളൊക്കെ അടിച്ചു തുടങ്ങിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഷാനവാസ് ഇപ്പോഴാണ് വൈബായത്. അപ്പൊ അനീഷ്, ഷാനവാസ്, അനുമോൾ ഇവരുടെ 3 പേരുടെ ഇടയിൽ നടന്ന ഒന്നിത്തിരി മുന കൊണ്ടുള്ള ഒരിത്തിരി കോമഡികളും പിന്നെ കുറച്ച് തമാശകളും നമുക്കിപ്പോൾ ലൈവിൽ കണ്ട് അതിന്റെ വിശേഷങ്ങൾ കേൾക്കാം. സീരിയൽ ഗ്രാൻഡ് നിങ്ങൾ ഫസ്റ്റ് ടൈം കാണുകയാണെങ്കിൽ ഉറപ്പായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പോൾ അനുമോള് നെവിനുമായിട്ട് കുറെ തമാശകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്കാണ് ഷാനവാസും അനീഷും കയറി വരുന്നത്. അനീഷ് ആദ്യം ഒരു 3 കൈ അകലത്തിലെങ്കിലും ബാക്കിലാണ് ഇരിക്കുന്നത്. അത്ര വന്ന് ഈസി ആയിട്ട് മിങ്കിൾ ചെയ്യാൻ അനീഷിന് കഴിയുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഷാനവാസ് വന്നിട്ട് അനുവിന്റെ ഫ്രണ്ടിലായിട്ട് വന്നിരുന്ന് നെവിനുമായിട്ട് തമാശയൊക്കെ പറഞ്ഞ് പിന്നെ അനുവും ഒക്കെ അതിനകത്ത് കൂടി അവർ തമാശകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വഴിക്ക് ഇവിടെ അനുമോള് പറയുന്നുണ്ട്. അനുമോൾ ഓൾവേസ് ആ ഒരു ഓർമ്മയിൽ നിന്നൊന്നും വിട്ടുമാറിയിട്ടില്ല. കംപ്ലീറ്റ്ലി പുറത്തെ കാര്യം അറിയാത്തത് കൊണ്ട് എത്ര എഫക്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളത് അനുമോൾക്ക് അറിയില്ല. ഓരോരുത്തർ പറയുന്ന കാര്യങ്ങളാണ്. അത് വന്നിട്ട് അവര് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ട് കുറെ കാര്യങ്ങളൊക്കെ ജഡ്ജ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ലക്ഷ്മി കുറെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ലക്ഷ്മി പറഞ്ഞ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ അനുമോൾ വിചാരിക്കുന്നത് അനുമോൾക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല, അനുമോൾ ഒരു സ്റ്റാർ ആയി, ആ ഒരു ഫീൽ അനുമോൾക്കുണ്ട്. പക്ഷെ എന്തൊക്കെയോ മറ്റുള്ളവർക്ക് കുറെ പ്രോബ്ലംസ് വന്നു, അനുമോൾ കാരണമാണ് എന്നൊക്കെയാണ്. പക്ഷെ അനുമോൾ അനുഭവിച്ച കാര്യങ്ങൾ അനുമോൾക്ക് ഒരുപാട് സഹിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ അനുമോള് ഷാനവാസിന്റെ അടുത്തൊരു ഡയലോഗ് പറയുന്നുണ്ട്, വേറെ ആർക്കും ഇവിടെ എനിക്ക് സംഭവിച്ച കണക്ക് ഒരവസ്ഥ ഉണ്ടാവരുത്, എനിക്ക് വന്ന കണക്ക് ഒരവസ്ഥ ഉണ്ടാവരുത് എന്നിങ്ങനെ അനുമോള് ഷാനവാസിനോട് പറയാണ്. അപ്പൊ ഷാനവാസ് അതൊരു ഭയങ്കര ഒരു ഡയലോഗാണ് കേട്ടോ. ഇവിടെ വന്നോരൊക്കെ പറഞ്ഞത് അനു വഴി അവർക്കുണ്ടായ അവസ്ഥകളൊന്നും വേറെ ആർക്കും ഉണ്ടാകരുത് എന്നാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞിട്ട് അത് ആവർത്തിച്ച് പറഞ്ഞിട്ട് ഷാനവാസ് ഇത് പറഞ്ഞ് ചിരിക്കുന്നുണ്ട്. ഇവരുടെ രണ്ടുപേരുടെയും ഈ കോൺവെർസേഷൻസ് ഒരു 3 കൈ അകലത്തിൽ അനീഷ് ഇരുന്ന് കേൾക്കുന്നുണ്ട്. അങ്ങനെ ഷാനവാസിന്റെ ഈ ഒരു കോമഡി അനുമോളും അത് ചിരിക്കുന്നുണ്ട്, അനുമോളും അതിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അതായത് അവർക്കെല്ലാവർക്കും അനുമോളിന് കാരണം പണി കിട്ടി, അവരെല്ലാവരും കാരണം അനുമോൾക്ക് പണി കിട്ടി. ഇതൊക്കെയാണ് അവർ ഡിസ്കസ് ചെയ്ത് തമാശയാക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ പുറത്തിറങ്ങുമ്പോഴേ ഇതിന്റെ ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു ഫാക്ടർ മനസ്സിലാവത്തോളം എന്ന് എനിക്ക് തോന്നുന്നു.